ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചെറുപഴം വെച്ച് ഒരു അടിപൊളി പഴംപൊരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറുപഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 5-6 ചെറുപഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പഴംപൊരിക്ക് ഉണ്ടാക്കണ പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നേരെ നമ്മൾ പൊരിക്കുകയല്ല ചെയ്യുന്നത്, അതിന് മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ച എല്ലാ പഴവും അതിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഴംപൊരി പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതൊന്നും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ആദ്യം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ അതിലും ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ ഓരോ പീസ് ഇതിൽ വെച്ചിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇതിലൊന്ന് എണ്ണ ഒന്ന് പരത്തി കൊടുക്കാം. നെയ്യാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചെറുതായി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഇനി നമുക്ക് ഇത് പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മധുരം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കടയിലൊക്കെ ഉണ്ടാക്കുന്ന അതേ പഴംപൊരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ, പഴയ ദോശമാവ് ഇരിപ്പുണ്ടെങ്കിൽ ആ ദോശമാവ് കുറച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ദോശമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്ന രീതിയിൽ നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. ഒത്തിരി കട്ടിയല്ല, ഒത്തിരി ലൂസ് അല്ലാത്ത രീതിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതേ അളവിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഓയിൽ നന്നായി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ പഴം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ചെറുപഴം കൊണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ലൈക്ക് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിപ്പോൾ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്കായാലും ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് പഴംപൊരി എന്ന് പറയുമ്പോൾ ചെറുപഴത്തോണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും വിശ്വസിക്കില്ല. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.